Hi everyone, welcome to my InternetFX YouTube channel. So, first of all, in part of my company, and behalf of my partners, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ അവർ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ്. ഓക്കെ, സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് യു ഗൈസ് നല്ല നമ്മുടെ 45 days നമ്മുടെ ഒരു 1.5 month നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും നല്ലോണം പഠിച്ചു, ഓക്കെ, നല്ലോണം നല്ലതായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി, നല്ല നല്ല പോസിറ്റീവ് കമൻറ്റ്സ് നിങ്ങൾ തന്നു. സോ മൈ സൈഡ് വി ആർ വെരി ഹാപ്പി. ഇൻ ബിഹാഫ് ഓഫ് ഞങ്ങൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ബിഹാഫ് ഓഫ് അതേഴ്സ് ഞാൻ പറയുകയാണ്, വി ആർ വെരി ഹാപ്പി ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീഷൻ ദ ഫസ്റ്റ് ബാച്ച്. ദ ബാച്ച് നമ്പർ ഇസ് 1001 ആൻഡ് ദ സെക്കൻഡ് ബാച്ച് നമ്മൾ 19 സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് വെൽക്കം യു ഗൈസ് ടു മൈ InternetFX ഫാമിലി. സോ സെക്കൻഡ് ബാച്ചിലും ഫസ്റ്റ് ബാച്ചിൽ അറൗണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. സോ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. വൺസ് അഗെയിൻ ഇന്നലെ ഞങ്ങൾ ക്ലാസ്സിലും പറഞ്ഞിരുന്നു ഈ കാര്യമൊക്കെ. വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. പുതിയ സ്റ്റുഡൻസിനെ ഞങ്ങൾ വാം വെൽക്കം ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ മെസ്സേജൊക്കെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻ വീഡിയോ ഞാൻ നിങ്ങളെ വാം വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ പുതിയ കോഴ്സിലോട്ട്. സോ മൺഡേ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ജേർണി. ഓക്കെ, ട്രേഡിംഗ് നാവ് ഈ വലിയൊരു കരിയറിലോട്ട് നിങ്ങൾ തുടക്കക്കാരുണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്, ആൻഡ് എന്താണ് ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ട്, പിന്നെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. സോ എവരി വൺ വി ആർ വാം വെൽക്കം ടു ദ ന്യൂ കോഴ്സ് 1002. ഓക്കെ, മൈ InternetFXൻ്റെ പുതിയ കോഴ്സിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ആൻഡ് എൻ്റെ പ്രിയപ്പെട്ടവരായ ഫസ്റ്റ് ബാച്ചിലെ എല്ലാവരോടും ഞാൻ നന്ദിയും പറയുകയാണ് ഒരിക്കൽ കൂടെ. സോ നമുക്ക് നാളെ ഫ്രൈഡേയിലോട്ടുള്ള അനാലിസിസിലോട്ട് പെട്ടെന്ന് ടൈമുകളായത് പോവാം. ലെറ്റ്സ് ഗോ ദ ചാർട്ട്. ബൈ. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഓൾറെഡി ഞാൻ ലെവൽസ് എല്ലാം വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടൈം കളയാതെ നമുക്ക് ലെവൽസ് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. സോ നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് നിഫ്റ്റിയുടെ ഡൗൺ തന്നെയാണ്. ഡൗൺ ചെയ്തിട്ട് നിഫ്റ്റി ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, സോ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കൂടെ വരുന്നുണ്ട് താഴെ. സോ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒന്ന് നിഫ്റ്റി ഒന്ന് ഒരു ബ്രേക്ക് ഓർ മേക്ക് ജേർണിയിലാണ്. സോ ഈ ഏരിയയിൽ നമുക്ക് 25,604 ആൻഡ് 25,797 ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് ഉണ്ടാകത്തില്ല. സോ ഇത് നിങ്ങളുടെ നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ, സോ ബിലോ ദിസ് ഏരിയ 25,600 താഴെ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25,742 ഒരു ട്രേഡ് നമുക്ക് ഒരു ചെറിയൊരു എൻട്രി എടുക്കാം. ഓക്കെ, സോ ഇതൊരു ഡിമാൻഡ് സോൺ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 25,742 ഇത് വെക്കാം, ഈ ലോ വെക്കാം. ഓക്കെ, ഈ ലോ നമുക്ക് കുറച്ചും കൂടി ഓക്കെ 7473 വാട്ടെവർ. ഓക്കെ, ഈ ഒരു ലോ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാം. ഇതിൻ്റെ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,325 ആൻഡ് 25,145 ഈ ഒരു വലിയൊരു ഫാളിലോട്ട് നിഫ്റ്റി പോകും. ബട്ട് ഐ ആം നോട്ട് എക്സ്പെക്റ്റിംഗ് ദിസ്. ഇത്രയും വലിയൊരു ഫാൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ തിരിച്ച് മുകളിലോട്ട് പോവുകയോ അല്ലെങ്കിൽ മൺഡേ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നിഫ്റ്റി മുകളിലോട്ട് പോവുകയും ചെയ്യുമായിരിക്കും. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി ഓൾറെഡി കുറച്ച് പോസിറ്റീവിലാണ്. സോ നമുക്ക് മൺഡേ നോക്കാം, മൺഡേ എന്താ സംഭവിക്കുകയാണ്. സോ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ ഇതിൻ്റെ മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വിൽ സി എന്താണ് എന്ന് നമുക്കപ്പോൾ നോക്കാം. അതല്ല ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നോ ട്രേഡ്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മുടെ ട്രെൻഡ് അപ്പായിട്ട് നമ്മൾ ബുള്ളിഷായിട്ട് നിഫ്റ്റിനെ കണക്ക് കൂട്ടും. അത് നമുക്ക് സെക്ടർ നോക്കാനുണ്ട്, പല പല കാര്യങ്ങൾ നോക്കാനുണ്ട്. സോ അത് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മുടെ InternetFX പബ്ലിക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ട്രേഡ് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. സോ ഇതാണ് നിഫ്റ്റിയുടെ മൺഡേ പ്ലാൻ. ഓക്കെ, ബിലോ ദിസ് 25,604 നമ്മൾ ബിയറിഷ് ആയിരിക്കും. എബോവ് 25,795 നമ്മൾ ബുള്ളിഷ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ നാളത്തെ ലെവൽസ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ DM ഞാനത് പറഞ്ഞു തരാം. ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ്. ഓക്കെ, സോ സ്വിംഗ് ട്രേഡിലോട്ട് വേണ്ടിയുള്ള നമ്മുടെ ഫസ്റ്റ് ട്രേഡ് LT ഫിനാൻസ് ആണ്. എബോവ് 296 നമുക്ക് ഒരു സ്വിംഗ് ട്രേഡിന് വേണ്ടി തന്നെ കൺസിഡർ ചെയ്യാം. ഇൻട്രാഡേയും ചെയ്യാം, ബട്ട് ഒരു ചെറിയൊരു പോയിൻ്റൊക്കെ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾ ഇറങ്ങണം. സ്വിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം മുകളിലോട്ട് വരെ. ഇത് നമ്പർ 1 ചാർട്ട്. And number 2
പേടിഎം. സോ പേടിഎം നമ്മുടെ എൻട്രി താഴെയാണ്. 1289 വരികയാണെങ്കിൽ 1289 വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ ട്രേഡ് എടുക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടുന്ന് ബൈ ട്രേഡ് എടുക്കാം. കാരണം നമ്മുടെ മുന്നേ ഉള്ള ബാച്ചിലുള്ളവർക്കൊക്കെ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ടൊറൻറ്റ് ഫാർമ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ടൊറൻറ്റ് ഫാർമ് ഞാൻ ഇടുമ്പം അത് ഈ ഏരിയയിലായിരുന്നു 4050 സോ ഞാൻ അന്ന് വരച്ചിട്ടുണ്ടായിരുന്നു 3893 വരികയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. സോ ഈ ക്യാൻഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലോ കണ്ടോ 3893. ഓക്കെ, OHLC ഇവിടെ ചെക്ക് ചെയ്താൽ കാണാം 3893 കറക്റ്റ് നമ്മുടെ എൻട്രി ടാപ്പ് ചെയ്തിട്ട് അത് എത്ര പോയിന്റ് മൂവ് ചെയ്തു? അറൗണ്ട് 118. ഓക്കെ, അറൗണ്ട് 118 രൂപ അത് മുകളിലോട്ട് മൂവ് ചെയ്തു. സോ നമ്മുടെ എൻട്രി എത്ര പെർഫെക്റ്റ് ആയിരുന്നു, എത്ര അക്യുറേറ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. സോ അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പേടിഎം നമ്മുടെ എൻട്രി താഴെയാണ്. 1289 വന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോണിറ്ററി എൻട്രി എടുക്കാം. അതേപോലെ BSE നമ്മുടെ എൻട്രി 12700 താഴോട്ട് വരണം. സോ ഇത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഷോർട്ട് ട്രേഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കാം താഴോട്ട് വരുന്നവരെ. 2700 വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ മുകളിലോട്ട്. ഇവിടെ ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോകും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പേടിഎം അതിൽ ടാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകും. ആൻഡ് LT ഫിനാൻസ് ലെമൺ ട്രീ അല്ല LT ഫിനാൻസ് എബോവ് ദിസ് ഏരിയ ആണ്. RBL ബാങ്ക് നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മുകളിൽ എടുക്കണമെന്ന്. ഇൻട്രാഡേ ആയിരുന്നു. സോ അത് ടാർഗറ്റ് നമ്മുടെ പെർഫെക്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾ എടുത്തിട്ടുണ്ട്. 1-2 പേര് എൻ്റെ ഫ്രണ്ട്സ്, അതായത് കുറച്ച് സ്റ്റുഡൻസ് പിള്ളേരുണ്ട്, അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട്. അവരും ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിലിപ്പം ഞാൻ നോക്കുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൺഡേ പറയാം. മൺഡേ അല്ല, ഫ്രൈഡേ നാളെ പറയാം. സോ നമ്മുടെ LT ഫിനാൻസ്, BSE ആൻഡ് എന്തായിരുന്നു പേടിഎം. സോ ഇതാണ് നമ്മുടെ ഇത്. സോ LT ഫിനാൻസിലാണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് വരാനുള്ള ചാൻസ് കൂടുതൽ. സോ LT ഫിനാൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. LT ഫിനാൻസ് നിങ്ങൾക്ക് നാളെ നല്ലൊരു മൊമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു വോളിയം ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ. സോ ഇതാണ് സ്വിംഗ് ട്രേഡിൻ്റെ സ്റ്റോക്സ്. നിഫ്റ്റിയുടെ ലെവൽ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എബോ 25795 ആൻഡ് ബിലോ 25604. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വി വിൽ വെയിറ്റ് ഫോർ എ റീട്രേസ്മെൻറ്റ്. ഓക്കെ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഏതെങ്കിലും ഒരു ഡിമാൻഡ് സോൺ എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അതാണ് ഗ്യാപ്പ് അപ്പിൻ്റെ സിനാരിയോ. നമുക്ക് നോക്കാം. ഗ്യാപ്പ് അപ്പ് ആണോ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും സെൽ ഓൺ ദ റൈസ്, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ബൈ ഓൺ ദ ബോട്ടം. ഇതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഡൗട്ടുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. ഞാൻ DM ചെയ്ത വാട്സപ്പിൽ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് നാളെ നിഫ്റ്റിയുടെ നമ്മുടെ വ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ബിലോ ദ ചാനൽ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ന്യൂ മെമ്പേഴ്സ് ഗ്രൂപ്പിൽ കുറച്ച് ന്യൂ മെമ്പേഴ്സ് എല്ലാം കയറിയിട്ടുണ്ട്. വെൽക്കം ടു അവർ പബ്ലിക് ഗ്രൂപ്പ്. നിങ്ങൾക്കിവിടെ ഒരുപാട് നല്ല നല്ല ട്രേഡ്സ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ഫ്രീ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ബാക്കി കോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ കോൺടാക്ട് അരുണുണ്ട്, അരുണിനെ കോൺടാക്ട് ചെയ്താൽ മതി. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ, താങ്ക് യു.